ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ളൂ അല്ലേ? ഞാനും എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു 1 മണിക്കൂറൊക്കെയുള്ള ലോങ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഫേസ് കണ്ടിട്ട് എപ്പോഴും വിഷമമുള്ള പോലെ, എന്താ പറയുക, ഫേസിൽ എപ്പോഴും സങ്കടമുള്ള പോലെ ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ പറയാറുണ്ട് ലൈവ് ചെയ്യുന്ന സമയത്ത്. മാക്സിമം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഫേസിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് അറിയില്ല. എനിക്ക് 2 മക്കളാണ്. മോന് 14 വയസ്സും മോൾക്ക് 3.5 വയസ്സുമാണ് പ്രായം. ഹസ്ബൻഡിൻ്റെ പേര് റാസിഖ്, എൻ്റെ പേര് ഹഫി. എനിക്ക് വർക്ക് ചെയ്യണത് ബാംഗ്ലൂരാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, കൊണ്ടോട്ടി. വേറെ എന്തെല്ലാം വിശേഷം? ഫുഡൊക്കെ കഴിച്ചു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഫേസ് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. പിന്നെ എപ്പോഴും എൻ്റെ ഫേസ് ഇങ്ങനെ തന്നെയാണ്. അത് സങ്കടങ്ങൾ ഉണ്ടായിട്ടൊന്നല്ല. സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, അത് പല രീതിയിലാണെന്ന് മാത്രം. പിന്നെ വേറെന്താണ് പറയാൻ? ഞാൻ എപ്പോഴും ഷോർട്സാണ് ഇടാറ്. ലോങ് വീഡിയോ കുറവാണ്. എൻ്റെ ലോങ് വീഡിയോ 1-2 അങ്ങനെ ഉണ്ടാവുള്ളൂ. ലോങ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നല്ലൊരു കണ്ടൻറ്റ് വേണമല്ലോ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അധികം വീട്ടിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പുറത്തേക്ക് അധികം പോകാറില്ല. അതുകൊണ്ട് കണ്ടൻറ്റിൻ്റെ ഒരു ഇതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. വേറെ എന്തെല്ലാം വിശേഷം? ഇപ്പം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ യൂട്യൂബിൽ നിർത്തി പോവാന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും എല്ലാവരും പറയും യൂട്യൂബ് നിർത്തി പോകണ്ട, ഞങ്ങളെല്ലാം നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും, മുന്നോട്ട് പോകണം, ഇതിൽ സക്സസ് ആവും, ഇനി ഉയരങ്ങളിൽ എത്തും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഹസ്ബൻഡിന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഫേസ് കാണിക്കാം എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഞാനിങ്ങനെ 2-3 തവണ ഇങ്ങനെ ചോദിച്ചപ്പം ഫേസ് ഒന്നും കാണിക്കാതെ നമുക്ക് ഒരു റീച്ചൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഫേസ് കാണിച്ചോ, കുഴപ്പമൊന്നുമില്ല, നീ കാണിച്ചോ, ഫേസ് കാണിച്ച് സംസാരിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ധൈര്യമായിട്ട് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ മോന് 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവൻ മേലങ്ങാടി സ്കൂളിലാണ്. മോള് പിന്നെ 3.5 വയസ്സായിട്ടുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, മക്കളെ പ്രായം ചോദിക്കാറുണ്ട് ലൈവിലൊക്കെ. പിന്നെ വേറെ ടൈം കിട്ടാത്തതുകൊണ്ട് എല്ലാവരും പറയും ഇടയ്ക്കിടയ്ക്ക് ലൈവ് പോകാമെന്നൊക്കെ പലരും കമൻസിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഓരോ പണിത്തിരക്കും കാര്യമൊക്കെ ആയിട്ട് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങളടുത്ത് ഞാൻ വേറൊരു റിക്വസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ചാനലുണ്ടായിരുന്നു ഹസ്ബൻഡിന്, സിലൂലിയ കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര്. ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളുടെ സിലൂലിയ കിച്ചൺ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അത് കുറച്ച് സബ്ബൊക്കെ ഉള്ള ചാനലാണ്. പക്ഷേ 5-6 വർഷം ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്താണ്? നിങ്ങൾക്ക് എന്ത് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. എന്ത് ഇതും അറിയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ ലൈവിൽ വരുമ്പോഴും ചോദിക്കാം കേട്ടോ.
ഒരുപാട് പേര് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഓരോരോ കമൻറ്റുകൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കിങ്ങനെ ഇത്ര സപ്പോർട്ട് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വെറും കുറേ കാലമായിട്ട് 16 സബ്ബും കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരിക്കൽ വെറുതെ കുറേ ലൈവിലിങ്ങനെ കയറിയിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് കൂട്ടാക്കുമോ എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് പറഞ്ഞു കൂട്ടാക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സബ്ബ് കയറി വന്ന് ഇപ്പോൾ ഒരു സ്പാം ആവുന്നുണ്ടെങ്കിലും ഇപ്പം കുറച്ചീച്ച ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു 150 ആവാനായിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തുടർന്ന് നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരിച്ച് ഞാനും നിങ്ങളെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വേറെ എന്താണ് വിശേഷം? പിന്നെ ഒരാൾ റൂമിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റാണ്, റെൻറ്റിനാണ്, 6000 രൂപയാണെന്നൊക്കെ പറഞ്ഞപ്പം ഒരു കിച്ചു എന്ന് പറഞ്ഞൊരു ഐഡിയിൽ അവരെ ഫ്രണ്ടിന് വേണ്ടി ഒരു റൂമിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് റിയലായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവിടെ ഒഴിവുണ്ട് കേട്ടോ. ഒരു റൂം മേലെ ഒഴിവുണ്ട്, താഴെ ഇല്ല. സിംഗിളായിട്ടുള്ളതും ഡബിളായിട്ടുള്ള റൂം മേലെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ ഇവിടെ ഓണർ നമ്പർ തരാം കേട്ടോ. ഓണർ ഇപ്പം ഞാനാണ് ഇവിടെ സീനിയർ ആയിട്ടുള്ള ആൾ ഞാനാണ്. അപ്പോൾ എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയും. ആര് വരുമ്പോഴൊക്കെ ചാവി എടുത്ത് കൊടുക്കാനൊക്കെ ഞാനാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അവർ പറയാറുണ്ട് ആളുണ്ടെങ്കിൽ നിങ്ങൾ പറയുള്ളൂ എന്നൊക്കെ, ഞങ്ങളെ നമ്പർ കൊടുത്താൽ മതി എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ഈ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? എന്താണ് വിശേഷം? ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം. ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി ഇതിൽ. ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ജസ്റ്റ് വെറുതെ, അന്ന് ഹസ്ബൻഡിൻ്റെ ഇതുപോലും ഉണ്ടായിരുന്നില്ല, സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല ഫേസ് കാണിക്കാമെന്നൊന്നും. പക്ഷേ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന അന്നൊക്കെ നാട്ടിലില്ലാത്ത സമയമാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ഫേസ് കാണിച്ചൊരു വീഡിയോ വെറുതെ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അതിൽ കുറേ സപ്പോർട്ട് കിട്ടി, നല്ല സപ്പോർട്ട് കിട്ടി. ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. വേറെ എന്താണ് വിശേഷം? ലൈവെല്ലാം നിനക്കറിയാലോ, വീഡിയോ. പറയാനൊരു ക്ഷാമം, അതാണ് വിഷയ ദാരിദ്ര്യമാണ് മെയിനായിട്ട്. 8 ആയിട്ടുള്ളൂ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തിരിച്ച് ഞാനും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കൂട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് സബ് തരാതെ ഞാൻ അങ്ങ് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും ഞാൻ പോവില്ല. നിങ്ങളെ തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തിരിച്ച് ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവും. നിങ്ങളിടുന്ന റീൽസിനും ഷോർട്സിനും വീഡിയോസിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതേപോലെ എൻ്റെ വീഡിയോയും ഷോർട്സും എല്ലാം നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.